ത്രിയേക ദൈവത്തിൻ്റെയും അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് ഈ ദേവാലയത്തിൽ നമ്മുടെ ആരാധന രണ്ട് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് നാം നിർവഹിക്കുക. ഒന്ന്, ഒരു സംഘം ചെറുപ്പക്കാർ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച അനുഗ്രഹീതമായ സാക്ഷ്യമുള്ള ഒരു പിതാവിൻ്റെ അനുസ്മരണത്തോടെ ചേർന്ന് മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നു. രണ്ട്, നോമ്പിലെ വളരെ സുപ്രധാനമായ ഓരോ ഞായറാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഇന്ന് നാലാമത്തെ ഞായറാഴ്ചയായ വിശ്വാസധീരയായ ഒരു വനിതാരത്നമായ കനാന്യ സ്ത്രീയെക്കുറിച്ച് ധ്യാനിക്കുന്നതുമായ രണ്ട് പ്രധാന ചിന്തകൾ. ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതാനും ചില ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ഇപ്പോൾ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു പക്ഷേ കുറച്ചാളുകൾക്കെങ്കിലും പരിചയമുള്ളൊരു ചരിത്രമായിരിക്കാം പരിശുദ്ധ അന്ത്രയോസ് ബാവായുടേത്. 1678 ഏകദേശം 3 സഹോദരങ്ങളോടൊപ്പം ഈ മലങ്കരയിലേക്ക് വന്ന ഒരു സുറിയാനി പിതാവിൻ്റെ പേരാണ് അന്ത്രയോസ് ബാവ. അദ്ദേഹം ആദ്യം വന്നത് കൊടുങ്ങല്ലൂരിലാണെന്നും ദീർഘനാളുകൾ മുളന്തുരുത്തിയിൽ താമസിക്കുകയും ചെയ്തുവെന്ന് ഒരു ചരിത്രം പറയുന്നു. അവിടെ നിന്ന് അനേകം യാത്രകളൊക്കെ ചെയ്ത് തെക്കൻ ദേശത്തേക്ക് വന്ന് കുണ്ടറയിലും പുത്തങ്കാവിലും ഏറ്റവും ഒടുവിലായി കല്ലട വലിയ പള്ളിയിൽ ഏകദേശം 10 വർഷത്തോളം അവിടെ ജീവിച്ച, അവിടെ മൺമറഞ്ഞ് അനേകർക്കിന്നും ദീപസ്തംഭമായി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചരിത്രമാണ് അന്ത്രയോസ് ബാവയുടെ ചരിത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിതാവ് ഒരു അന്യദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു ധ്യാനം ഉരുത്തിരിയുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഇന്ന് നമ്മൾ രണ്ട് മനുഷ്യരെ പരിചയപ്പെടുന്ന, ഒന്ന് ഈ അന്ത്രയോസ് ബാവ ആണെങ്കിൽ മറ്റൊന്ന് കനാന്യക്കാരി സ്ത്രീയാണ്. ഈ രണ്ടു പേരുടെയും ജീവിതത്തിൽ നിന്ന് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞാൽ, ഒന്നാമത് അവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ലീപ്പിംഗ് ഇൻ ടു ദ അൺനോൺ, അജ്ഞതയിലേക്കുള്ള എടുത്തുചാട്ടം എന്നുള്ളതാണ്. എന്തിനാണ്? സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഒരു പിതാവ്, ഒരു മഹാപുരോഹിതൻ തനിക്ക് അജ്ഞാതമായ, തനിക്ക് സുരക്ഷിതമല്ലാത്ത ഒരു ദേശത്തേക്ക് കാൽ വെച്ച് നടന്നു വന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. നമ്മൾ ചരിത്രം പഠിക്കുമ്പം ഒരുപാട് കാരണങ്ങൾ ഇതിനകത്ത് കണ്ടെത്താം. സം പൊളിറ്റിക്കൽ റീസൺസ്, മെനി അതർ റീസൺസ്, ഒരുപാട് മറ്റനേകം കാരണങ്ങൾ കാണാം. എന്നാൽ ഞാൻ ആ ചരിത്രം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നിടത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്. നമ്മളൊക്കെയും സേഫ് സോണുകളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാ, അല്ലേ? എപ്പോഴും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാ. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ആരാ? ഭക്തരാന്ന് പറയും. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? ഭക്തരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. ഭക്തരുടെ എണ്ണം കൂടിയിട്ട് നടക്കാൻ വയ്യ, പക്ഷെ ശിഷ്യരുടെ എണ്ണം കുറവാ. അതാണ് ഒന്നാമത് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു തിരുത്ത്. ഭക്തനാകാനല്ല വിളി, ശിഷ്യനാകാനാണ്. ഈ പദങ്ങൾക്ക് രണ്ടും വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ശിഷ്യൻ ആരാന്ന് ചോദിച്ചാൽ, ഭക്തന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഭക്തൻ താനിരിക്കുന്നിടത്തേക്ക് ദൈവത്തെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവനാ. നമ്മളെ പോലെയാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാധിപ്പിച്ചു തരണം, ഞങ്ങളുടെ പൂവൻ കോഴി മുട്ടയിടണം, റബ്ബറിന് പാലുണ്ടാകണം, അല്ലേ, ലോട്ടറി അടിക്കണം, പിള്ളേർ UK പോകണം. നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് ഭക്തി ഇന്ന്. എന്നാൽ ശിഷ്യന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഞാനായിരിക്കുന്നിടത്തിൽ നിന്ന് ദൈവമായിരിക്കുന്ന, ആഗ്രഹിക്കുന്നിടത്തിലേക്കുള്ള മാറ്റത്തിന്റെ പേരാണ് ശിഷ്യൻ. അവിടെയാണ് ലീപ്പിംഗ് ഇൻ ടു ദ അൺനോൺ, അജ്ഞതയിലേക്ക് എടുത്തു കാലുവെച്ച ഒരു പിതാവ്. നിങ്ങൾ ഓർക്കണം കേട്ടോ, ഇന്ന് കാണുന്ന പോലെ ഒരു മെത്രാപ്പോലിത്തായെ കണ്ടാൽ മുത്തിക്കൂടെ എടുക്കുകയും ധൂപം വീശുകയും ചെയ്യുന്ന ഒരു ചരിത്രമല്ല അന്ത്രയോസ് ബാവയുടെ ചരിത്രത്തോട് ചേർന്ന് വായിക്കുന്നത്. മുളന്തുരുത്തി പള്ളിയിൽ അദ്ദേഹം താമസിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആ നാട്ടിലുള്ള ബിരുദന്മാർ, ഇന്നും ബിരുദന്മാരുടെ എണ്ണം കുറവൊന്നുമല്ല, എന്നാൽ ആ നാട്ടിലുള്ള ഒരു പ്രമാണി തിരുമേനി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പള്ളി പൂട്ടിയിട്ടു. അവിടെ ഒരു ചരിത്രം, എക്സാജറേഷൻ ആണോ അല്ലയോ എന്നറിയത്തില്ല, എങ്കിൽ പോലും വിശുദ്ധ പിതാക്കന്മാർ 100-300 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു പിതാവിനെ ഇന്ന് ഈ തലമുറ ഓർക്കണമെങ്കിൽ ജീവിത വിശുദ്ധി ഉണ്ടായിരുന്ന ഒരു പിതാവാണെന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് പറയാം.
അവിടെയാണ് ആ പിതാവ് കണ്ണുനീരോടുകൂടി ആ വാതിക്കൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. മാർത്തോമനെ വാതിൽ തുറക്കുക, വാതിൽ തുറക്കുക, വാതിൽ തുറക്കുക. അങ്ങനെ വാതിൽ തുറന്നു കിട്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുണ്ടായ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അദ്ദേഹം ആ പള്ളി വിട്ട് ഇറങ്ങിപ്പോകാൻ, മുളന്തുരുത്തി പള്ളി എന്ന് പറഞ്ഞാൽ പരിമല തിരുമേനിയുടെ ജന്മദേശത്തുള്ള പ്രശസ്തമായ പള്ളിയാകട്ടോ, അവിടെ നിന്ന് തിരുമേനി ഇറങ്ങിപ്പോരാൻ നേരത്ത് ഈ പള്ളി പ്രമാണി വന്നിട്ട് പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പള്ളി താമസിച്ചതിന്റെ ചെലവ് തന്നിട്ട് പോകണം. സാധാരണഗതിയിൽ തിരുമേനിമാർക്ക് അങ്ങോട്ട് കൈമുത്തുന്ന ഒരു പതിവാണ് നമുക്കറിയാവുന്നത്. അവിടെയാണ് പറയുക, തിരുമേനി ഇവിടെ താമസത്തിന്, പള്ളിയിലെ വെള്ളം ചെലവാക്കിയതിന് എന്ത് തരണം? ഞങ്ങൾക്ക് പണം തരണം. തിരുമേനി ഇടയിൽ ഒന്നുമില്ലാഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോരാൻ നേരത്ത് അദ്ദേഹം ചെയ്തൊരു കഠിനമായ പ്രവൃത്തി ഇതാണ്. തിരുമേനിയുടെ കയ്യിലുള്ള കാസ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ പിടിച്ചു മേടിച്ചു വെച്ചു. സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് വലിപ്പം കുറഞ്ഞൊരു കാസ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്ന ശീമക്കാസ എന്ന, ഇന്നും മുളന്തുരുത്തിയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പിടിച്ചു വെക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭാര്യയുടെ ഉപദേശപ്രകാരമാണെന്ന് പറയുക. സീരിയസ്നെസ് മനസ്സിലാകാതെ അവരത് വീട്ടിൽ ഉപയോഗിച്ചു. കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കളിച്ചു. ആ കുഞ്ഞിനെ പാമ്പ് കൊത്തി കുഞ്ഞ് മരണമടഞ്ഞു. ഇവർക്ക് അനുതാപം ഉണ്ടായിട്ട് തിരിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് അത് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം മുന്നോട്ട് വരുമ്പം, നിങ്ങൾ ഈ ചരിത്രം പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ നടന്നവരല്ല വിശുദ്ധർ എന്ന് പറയേണ്ടതിനാ. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായൊരു യാത്രയിലേക്കുള്ള ക്ഷണമല്ല എന്ന് ബോധ്യപ്പെടേണ്ടതിനാ. അവിടെയാണ് ഇദ്ദേഹം മുന്നോട്ട് പോകവേ ഈ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പം കുറെ ആളുകൾ ഇങ്ങനെ പഞ്ഞി പോലെ താടിയുള്ള ഒരു മെത്രാസിനെ കണ്ടിട്ട് കൗതുകം മൂത്തിട്ട് അവരെന്ത് ചെയ്തു? വിശന്ന് വലഞ്ഞിരിക്കുന്ന ഈ തിരുമേനിക്ക് ചക്ക തിന്നാൻ കൊടുത്തു. ശീമയെന്ന് വന്ന മെത്രാൻ എന്ത് ചക്കയെന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് അദ്ദേഹം കഴിച്ചിട്ട് അദ്ദേഹത്തിന് തുടയ്ക്കാൻ പഞ്ഞി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരിഹസിക്കാവുന്നതിന്റെ അങ്ങേയറ്റം പരിഹസിച്ച് അദ്ദേഹത്തെ വല്ലാതെ അവഹേളിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരിഭവങ്ങളേതുമില്ലാതെ, പരാതികളേതുമില്ലാതെ, എന്നാൽ ദുഃഖത്തോടു കൂടി അദ്ദേഹം മടങ്ങിച്ചെല്ലുന്നത് മണർകാടേക്കാണ്. അവിടെ സുരക്ഷിതമായ ഒരു സ്ഥാനം കിട്ടി. അവിടെ നിന്ന് ഈ അപഹസിച്ചവർക്കും പരിഹസിച്ചവർക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ട് അവർ മടങ്ങിച്ചെന്ന് തിരുമേനിയോട് ക്ഷമ ചോദിച്ചു. പറയുന്നത് പറങ്കിപ്പുണ്ണ് പിടിച്ചു എന്ന വസൂരിയുടെ മറ്റൊരു വകഭേദം പോലെ ആ തലമുറകൾക്ക് അത് ബാധിച്ചതുകൊണ്ട് തിരുമേനിയോട് വന്ന് ക്ഷമ പറഞ്ഞ് തിരികെ കൊണ്ടുവന്നു. അങ്ങനെ വീണ്ടും ഈ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വീണ്ടും വന്നിട്ട് പുത്തൻകാവിലും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു. ദേശത്തിന് ശോഭയുണ്ടാകേണ്ടതിന് ഒരു സാക്ഷ്യം നിർവഹിച്ചിട്ട് അദ്ദേഹം അവസാനം കല്ലട വലിയ പള്ളിയിൽ കബറടങ്ങിയതായിട്ടാണ് ചരിത്രം പറയുക. എന്തിനാണ് ഈ ദീർഘചരിത്രം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കാം. ഈ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥയിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അല്ലേ, പ്രക്കാനംകാരെന്നെ ഒന്നും മിണ്ടാത്തെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇവിടെയാ കുഴപ്പം കേട്ടോ. ഇന്ന് ഈ പെരുന്നാൾ നടത്താൻ വന്നിരിക്കുന്ന ഞാനും ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഒരുപോലെ പറയണം, ഞാൻ നല്ലൊരു ശിഷ്യനാണോ അതോ വെറും കേവലം പള്ളി പോകുന്നൊരു ഭക്തനാണോ? ഇതൊരു ചോദ്യമാണ്. ഭക്തനാകാതെ ശിഷ്യനാകാൻ നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകാം? അഡ്വേഴ്സിറ്റീസ്, പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ അവിടെയാണ് ദൈവം പരിശോധിക്കേണ്ടതിന് ചില പ്രതിസന്ധികൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുമ്പം നമ്മൾ ഇടർച്ച ഉണ്ടാക്കുമോ അതോ അതിനെ മറികടക്കുമോ എന്നുള്ളത് നമ്മുടെ ഭക്തിയെ, വിശ്വാസത്തെ ശോധന ചെയ്യുക. വേദപുസ്തകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അച്ഛൻ എന്നോട് ഇച്ചിരി സമയം കൂടുതൽ പ്രസംഗിച്ചോളം പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ 10 മിനിറ്റ് നേരത്തെ തുടങ്ങി. എന്നാലും നിങ്ങൾക്ക് മടുക്കുകയാണെങ്കിൽ കൈവൊക്കിയാൽ മതി, ഞാൻ പ്രസംഗം നിർത്താം കേട്ടോ. വേദപുസ്തകത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു ചരിത്രമാണ് അബ്രഹാമിന്റെ ചരിത്രം, ഇല്ലേ? നിങ്ങൾ പറയുക, അച്ഛാ കേട്ട് പ്രസംഗിച്ച് തഴമ്പിച്ചൊരു കേട്ടതാണെങ്കിലും ഈ നോമ്പിന്റെ അവസാനത്തെ യാത്ര നമ്മൾ ചെന്നെത്തുന്നത് ഹാസാഴ്ചയിലേക്കാണ്. ഹാസാഴ്ചയിലെ നമസ്കാരക്രമങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ പദ്യഗദ്യങ്ങളുടെ ഇടയിൽ പിതാക്കന്മാർ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങളുടെ ഒരു നിർവചനം തരുന്നുണ്ട്. വാക്യങ്ങളുടെ ഇടയിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്ന മനോഹരമായ ചില പ്രസംഗങ്ങൾ ഈ ആരാധനക്രമത്തിലുണ്ട്. അതിലെ മനോഹരമായ രംഗം ഇതാണ്. നമുക്ക് ദൈവത്തെ പരിചയമുണ്ടോ? ഉണ്ടോ? ഇന്നലെ വന്നവർ ഉത്തരം പറയരുത്. ഇവിടെ സ്ത്രീകളോട് നിങ്ങൾക്ക് ദൈവത്തെ പരിചയമുണ്ടോ? നല്ലപോലെ അറിയാവോ? ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് കൈവക്കിക്കേ. ഇന്നലെ വന്ന ബുദ്ധിമതികൾ കൈവക്കത്തില്ലെന്ന് എനിക്കറിയാം.
നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവമാണ് ഇത്ര വരെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു വള എനിക്ക് ഉരുത്തരാമോ? ഇത് ലൈവ് ആയതുകൊണ്ടൊരു പ്രതിസന്ധി ഉണ്ട്. അച്ഛൻ വന്ന് വളയ വെച്ചെന്ന് പറഞ്ഞ് നാളെ ITVയിലൊന്നും വരരുത്. ഇത് ചോദിക്കുന്നത്, നമ്മൾ ഈ ദൈവത്തെ നല്ല പരിചയമെന്നാണ് പറയുന്നത്. സാത്താന് നമ്മളെക്കാൾ നല്ല പരിചയമാണ് ദൈവത്തെ. അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ പരിചയമുണ്ടോ എന്ന് എവിടെയാ ശോധന ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലെ അപകട മേഖലകളിലാണ്, സുരക്ഷിത മേഖലകളിലല്ല. അതുകൊണ്ടല്ലേ വേദപുസ്തകത്തിൻ്റെ നടുവിലായിട്ടൊരു പുസ്തകം ഇങ്ങനെ പിതാക്കന്മാർ ക്രമീകരിച്ചത് യോബിൻ്റെ പുസ്തകമാണ്. എന്തുകൊണ്ടാണ്? എല്ലാ നന്മകളുടെ നടുവിലും യോബ് ആരായിരുന്നു? പ്രക്കാനംപള്ളിയിലെ വലിയ കൊടികുത്തി ഓർത്തഡോക്സുകാരനായിരുന്നു. പക്ഷെ നഷ്ടങ്ങൾ ആരംഭിച്ചപ്പം സാത്താൻ ചോദിക്കുക, നീ അവനുള്ളതൊക്കെയും ഒന്ന് തൊട്ടു നോക്ക്. ദൈവത്തെ ചൊടിപ്പിച്ച് ചോദ്യമാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകളിൽ ദൈവത്തോട് നമുക്ക് അപരിചിതത്വമാണോ പരിചയമാണോ? അവിടെയാണ് ഈ അബ്രഹാമിനെ ഞാൻ പരിചയപ്പെടുത്തുക. ആറ്റുനോറ്റൊരു കുഞ്ഞിനെ കിട്ടുക. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മക്കൾ തെറ്റ് കാണിച്ച ദേഷ്യം വന്നാൽ നിങ്ങൾ തല്ലും. നിങ്ങളുടെ കൊച്ചുമക്കൾ തെറ്റ് കാണിക്കുമ്പോൾ കാലവാരി നിലത്തടിക്കണമെന്ന് തോന്നിയാലും നമ്മൾ ഇവിടെ ഇരിക്കുന്ന വല്യപ്പന്മാർക്ക് തോന്നിയിട്ടില്ല ഒറ്റയടിക്കങ്ങ് കൊന്നുകളയണമെന്ന്. നിങ്ങളുടെ കയ്യിലിരിപ്പ് വേണം. പക്ഷെ നമ്മൾ ചെയ്യൂ. കാരണം എന്നാ? മക്കളെ അടിച്ചത്രയും പോലും നമുക്കവരെ, കാരണം നമുക്ക് വാർദ്ധക്യം ചെല്ലുന്തോറും നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. അവിടെയാണ് വാർദ്ധക്യത്തിൽ ഒരുപാട് കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ ആർക്ക് കിട്ടി? അബ്രഹാമിനും സാറായ്ക്കും. നമ്മൾ ഒറ്റയടിക്ക് പറയും വിശ്വാസികളുടെ പിതാവാണ് ആര്? അബ്രഹാം. എന്നാൽ നമ്മൾ അത്ര ഗൗനിക്കാത്തൊരു കഥാപാത്രമാണ് സാറ. ഞാനതിനാണ് ഈ വേദഭാഗം തീർച്ചയായിട്ടും എടുത്തത്. അബ്രഹാമിനോട് ഇങ്ങനെ കുഞ്ഞിനെ കൊടുത്ത് താലോലിച്ച ആ കുഞ്ഞ് ചോദിക്കുന്നതിനപ്പുറം ഒക്കെ സാധിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് നടക്കുന്ന കൊച്ചാ. അപ്പോഴാണ് ദൈവം പറയുന്നത്, നിന്റെ ഏകജാതനെ തന്നെ എനിക്ക് ബലി കഴിക്കണം. അബ്രഹാം ഉള്ളു കല്ലാക്കി അതിന് തയ്യാറെടുക്കുകയാണ്. അവിടെയാണ് പിതാക്കന്മാർ മനോഹരമായ ചൊവ്വാഴ്ച ദിവസത്തെ ഒരു നിർവചനം പറയുന്നത്. അബ്രഹാം ഇങ്ങനെ യാഗത്തിനുള്ള കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടുമ്പം സാറായ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. സാറ വന്നിട്ട് അബ്രഹാമിനോട് ചോദിച്ചു, എവിടേക്ക് പോവുകയാണ്? കാര്യം സാറായ്ക്ക് പിടികിട്ടി. പക്ഷെ ഇത് അബ്രഹാമിനോട് ചോദിച്ചെന്ന് മനസ്സിലാക്കണം. സാറ ചോദിച്ചു, നീ എവിടേക്ക് പോകുന്നു? ഈ പുരുഷന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഉത്തരം, നമുക്കാണ് എല്ലാം കിഴുക്കിച്ചറിയുകയും ചെയ്യണം. സാറ ചോദിച്ച ചോദ്യം ഇതാണ്, നീ എവിടേക്ക്? അബ്രഹാം കൊടുത്ത മറുപടി ഇതാണ്, എനിക്കും എൻ്റെ പുത്രനും എൻ്റെ ജീവനുള്ള ദൈവത്തിനുമിടയിൽ ഒരു രഹസ്യമുണ്ട്. എനിക്കും എൻ്റെ പുത്രനും എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ഇടയിലും രഹസ്യം. സാറ പിന്നീട് ഒരു വാക്ക് ചോദിച്ചില്ല കേട്ടോ. സാറായ്ക്ക് കാര്യം മനസ്സിലായി. സാറ പറഞ്ഞ ഉത്തരം ഇതാ. അതാ ഞാൻ പറഞ്ഞത്, വിശ്വാസികളുടെ മാതാവാരാന്ന് ചോദിച്ചാൽ പറയണം സാറ. അവൾ പറഞ്ഞ മറുപടി ഇതാണ്, തൻ്റെ താലോലിച്ച് വളർത്തുന്ന പൊന്നോമന മകൻ ഇതാ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ആ അമ്മ പറയുകയാണ്, നീ സമാധാനത്താലേ പോക, നിന്റെ യാഗത്തിൽ യഹോവ പ്രസാദിക്കട്ടെ. പറക്കാനത്തെ അമ്മമാർ അങ്ങനെ പറയുമോ? നുണയൊന്നും പറയണ്ട. നിങ്ങളാണ് എന്തോ ഇതേനെ കെട്ടിയോനെ പിടിച്ചൊരു തള്ളു കൊടുത്തിട്ട് കൊച്ചിനെ നമ്മുടെ കയ്യിലോട്ട്. അവിടെയാണ് സാറ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ സമാധാനത്താലേ പോക, നിന്റെ യാഗത്തിൽ. അവിടെ നിങ്ങൾ കാണും കേട്ടോ, മുന്നോട്ട് അബ്രഹാം ഈ കുഞ്ഞുമായിട്ട് നടക്കുക. കണ്ണുനീര് പുറത്തു വരുന്നില്ലെങ്കിലും ചങ്കിങ്ങനെ കലങ്ങിപ്പോകുന്ന ഒരു അപ്പനെ നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് കാണാം. ഇങ്ങനെ മലയുടെ അടിവാരത്തെത്തിയപ്പം ഈ ഇള്ളാക്കുഞ്ഞായിട്ട് വളർന്ന ഇസഹാക്ക് അന്ന് അപ്പനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ, പൊന്നപ്പച്ചാ, എല്ലാം കരുതിയിട്ടുണ്ട് അല്ലേ. എന്നാൽ വളരെ വൈറ്റലായ, വളരെ എസൻഷ്യലായ ഒരു കാര്യം നമ്മൾ എടുക്കാൻ മറന്നു. എന്താണ്? യാഗത്തിനുള്ള ആടെവിടെ? നമ്മളാണ് എന്തോ പറഞ്ഞേനെ, നമ്മൾ കൊച്ചിലോട്ട് പിള്ളേരോട് നുണ പറഞ്ഞാൽ പഠിപ്പിച്ചേ. എന്തെങ്കിലും അവരെ ഒളിപ്പിക്കണമെന്ന് പറയും, കാക്കുണ്ടോ എന്ന് പറയും അല്ലേ. പിള്ളേരുടെ തലയിൽ നിന്ന് നെറ്റിക്ക് മേശക്കെട്ടിടിച്ച് നമ്മൾ കൊച്ചിനെ അടിക്കുമോ മേശക്കടിക്കുമോ? നമ്മളിതാ കുഞ്ഞിലോട്ട് പഠിപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വാർദ്ധക്യത്തിൽ കുറഞ്ഞിരിക്കുമ്പം നിങ്ങളുടെ മക്കൾ UK എന്ന് വിളിച്ച സമയമില്ല മച്ചി, അതുകൊണ്ടാണ് നുണ പറയുന്നത്. നമ്മളാ പഠിപ്പിച്ചത്. പക്ഷെ ഇത് നട്ടലുള്ളൊരു അപ്പനായിരുന്നു കേട്ടോ. അപ്പൻ എന്താ പഠിപ്പിച്ചെന്നറിയാവോ? മോനെ, മലയുടെ മുകളിൽ ഒരു ഫാമുണ്ട്, അവിടെ നമുക്ക് ആടിനെ മേടിക്കാന്നല്ല, മറിച്ച് പറഞ്ഞ ഉത്തരവിതാണ്, യഹോവ കരുതിക്കൊള്ളും. എന്താണ്? യഹോവ കരുതിക്കൊള്ളും. ഇങ്ങനെ അവര് മലയുടെ മുകളിൽ ചെന്നു. കടന്നു വരാൻ പ്രയാസമുള്ളവർ എൻ്റെ കയ്യെ പിടിച്ചോ, മലയുടെ മുകളിലോട്ട് വാ. അവിടെ ചെന്ന്
അപ്പനും മകനോട് യാഗപീഠം അടുക്കി. ഇസഹാക്കിനും കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു സദറാ പ്രാർത്ഥന പറയുന്നുണ്ട്, കൈകൾ കെട്ടപ്പെടാതെ യാഗപീഠത്തിന്മേൽ കിടന്നവനാണ് ആര്? ഇസഹാക്ക്. എന്തുകൊണ്ട് ഇസഹാക്ക് യാഗപീഠത്തിൽ നിന്ന് കുതറിയോടിയില്ല? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളാണ് എന്തോ ചെയ്തേനെ? ഇറങ്ങി ഓടുന്നതിൻ്റെ കൂടെ അതിൽ നിന്ന് ഒരു വിറകുള്ളി എടുത്ത് നിങ്ങളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുകയും കൂടെ. അവിടെയാണ് പറയുക, അബ്രഹാം വാളോങ്ങുന്നത് വരെയും ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഈ വാളോങ്ങുന്ന അപ്പന്റെ മുഖത്തേക്ക് ഇസഹാക്ക് നോക്കി. കലങ്ങുന്ന കണ്ണുകൾക്കകത്ത് ഇസഹാക്ക് ഒരു പാഠം പഠിച്ചു. എന്താണെന്നറിയാവോ? എന്നേക്കാൾ അധികമായി എൻ്റെ അപ്പൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം മുകളിലുണ്ട്. ഒരപ്പൻ കൊടുത്ത ബോധ്യമാകട്ടോ. എന്നേക്കാൾ അധികമായി ഞാൻ വിചാരിച്ചത് ലോകത്തിലെ ഏറ്റവും സ്നേഹം എൻ്റെ അപ്പന് എന്നോടാ. പക്ഷെ എന്നേക്കാൾ അധികമായി എൻ്റെ അപ്പൻ സ്നേഹിക്കുന്ന ഒരു ദൈവം മുകളിലുണ്ട് എന്ന് ഇസഹാക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇസഹാക്ക് തന്നെ അവിടെ സമർപ്പിച്ചു കൊടുത്തു. കുതിറാത്ത ബലി എന്നുണ്ടല്ലേ പണ്ടുള്ള നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വീട്ടിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. നമ്മളിപ്പോൾ ആ പാട്ടൊക്കെ പാടിയിട്ട് എത്ര നാളായി? നമുക്കിപ്പോൾ ആകെ ഒറ്റ പാടേ ഉള്ളൂ, കഷ്ടങ്ങൾ. നമ്മളിങ്ങനെ സുരക്ഷിത സ്ഥാനങ്ങൾ മാത്രം അന്വേഷിക്കുന്നിടത്ത് നല്ല ഗുണമുള്ളൊരു ശിഷ്യനാകാൻ മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഇടർച്ചകളിൽ നിങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് ഈ പിതാവിനോട് ചേർന്ന് പറയണം. ജീവിതത്തിൽ എന്ത് പരിഹാസം, നിന്ന, ആക്ഷേപം, പ്രതിസന്ധി, വീഴ്ച എന്ത് വന്നാലും ദൈവത്തോട് അപരിചിതത്വമല്ല, മറിച്ച് എനിക്ക് പരിചയം എൻ്റെ ദൈവത്തെയാണ്, എൻ്റെ സഹായം അവിടെ നിന്ന് വരുമെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. 2, ഈ കനാന്യ സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടേ? അതുകൊണ്ടാണ് ഒരു കവി ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? മനുഷ്യർ ഉത്തരം പറഞ്ഞു, എന്നോട് തന്നെ. രണ്ടാമത് ചോ, അത് കഴിഞ്ഞിട്ടോ? അത് കഴിയുന്നില്ലല്ലോ, എന്നോടല്ലേ ഏറ്റവും വലിയ. ഞാൻ കല്യാണം കഴിക്കാത്ത ആരോരുമില്ലാത്തൊരു സന്യാസി അച്ഛനാണ്. കല്യാണം കഴിച്ച മക്കളുള്ള നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മക്കളെ വളർത്തുന്നത് എന്തിനാ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം പ്രസംഗം നിർത്താറായച്ചാന്നാണോ? നിങ്ങൾ മക്കളെ വളർത്തുന്നത് എന്തിനാ? അവർ വലുതായി നമ്മളെ നോക്കണമെന്നുള്ളതാ. ചുമ്മാതാ കേട്ടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അവിടെയാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് കാരണങ്ങൾ ഏതുമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണങ്ങൾ ഏതുമില്ലാതെ ഒരു മകൾ ഒരു കുറിപ്പ് എഴുതിയത് ഇങ്ങനെയാണ്, അപ്പൻ ആ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് പോയി. മകൾ എഴുതിയത് ഇങ്ങനെയാണ്, അപ്പൻ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആരോരുമില്ലാതാക്കി എന്നുള്ളതല്ല എൻ്റെ പ്രതിസന്ധി. ഷുഗറുള്ള, BP വല്ലാതെ കഠിനമാകുന്ന, മഴയും വെയിലും കൊണ്ടാൽ ക്ഷീണിച്ച് തളർന്നു പോകുന്ന രോഗിയാണ് എൻ്റെ അപ്പൻ. അതുമാത്രമല്ല, ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ മടിയുള്ള വലിയ അഭിമാനിയായ ഒരാളാണ് എൻ്റെ അപ്പൻ. ഇങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയാൽ എവിടെയെങ്കിലും എൻ്റെ അപ്പൻ ക്ഷീണിച്ചു പോകുമോ എന്നുള്ളതാണ് എൻ്റെ. നമ്മളാണ് എന്താ പറഞ്ഞേനെ, ഞങ്ങളെ ഉപേക്ഷിച്ചു പോയൊരു കാലനാണ് ഞങ്ങളുടെ. ഇതിൻ്റെ പേരാകട്ടോ സ്നേഹം. ഇത് കാണിച്ചു തന്ന ഒരു ശുശ്രൂഷയില്ല നമ്മൾ നിൽക്കുക. എൻ്റെ ജീവൻ നിങ്ങളുടെ ജീവന് വേണ്ടി ഞാൻ, ഇതിൻ്റെ പേരാ കുർബാന കേട്ടോ. ഇത് അനുഭവിക്കുന്ന നിങ്ങളൊക്കെ ഉള്ള ഉത്തരവാദിത്വം എന്താണെന്നറിയാവോ? എനിക്ക് വേണ്ടി മറ്റുള്ളവരെന്നല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടല്ലേ വേദപുസ്തകത്തിൽ ഇത്രയും കാഠിന്യമുള്ളൊരു വാക്ക് കേട്ട ഒരു സ്ത്രീ വേറെയില്ല. എ സിറോഫനീഷ്യൻ വുമൺ, കനാന്യക്കാരി. 2 അക്കൗണ്ടുകളാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്, ടു ദ റോമൻസ് എന്ന് പറഞ്ഞാൽ റോമയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പറയുന്നുണ്ട്, അവൾ സോർ സീദോൻ പ്രദേശങ്ങളിൽ വന്ന ഒരു ജെൻഡയിലായ വിജാതിയായ സ്ത്രീ. മത്തായി സ്ലീഹ പറയുന്നു, ഈ യഹൂദന്മാരൊന്നറിയേണ്ടത്, യഹൂദന്മാർക്ക് വെറുപ്പുള്ള ജാതിയാണ് കനാന്യര്. എന്നാൽ അവൾക്കാണ് സൗഖ്യം, അവളുടെ മകൾക്കാണ് സൗഖ്യം കിട്ടാൻ പോകുന്നത്. അവൾ വന്നിട്ട് ചോദിച്ചു, ഒന്നും വേണ്ട, എൻ്റെ ഭാവിക്ക് ഒരു കൂട്ടുപോരേണ്ട എൻ്റെ മകൾക്കൊരു സൗഖ്യം തരണം. കർത്താവ് പറഞ്ഞ മറുപടി എന്താ? നായ്ക്കുട്ടികൾക്ക് അവകാശമില്ലെന്നാണ് പറഞ്ഞത്. നമ്മളാണ് പിന്നെ ചോദിക്കാൻ നിൽക്കുവോ? നമ്മുടെ ഈഗോ സമ്മതിക്കുവോ? പക്ഷെ ആ അമ്മ ഒരു വാക്ക് മറുത്ത് പറയാതെ വീണ്ടും കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മേശയിലെ അപ്പമൊന്നും, പക്ഷെ മേശയുടെ താഴെ വീഴുന്ന നുറുക്ക് എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അത് ഞാൻ മേടിച്ചുകൊണ്ടേ പോകൂ. ഇതാകട്ടെ ഒരമ്മ.
ഇത് നമ്മുടെ പ്രത്യാശയും വിശ്വാസവുമാണ്. നമ്മുടെ ജീവിതം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവർ ജീവിക്കണമെന്നല്ല. ഞാൻ എല്ലായിടത്തും എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പറയും. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ഈ പള്ളിയിലെ ആൽവിന, പുറത്ത് വിദേശത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടിയാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആൽവിൻ എന്നെ കുറേ നാളുകൾക്ക് മുൻപ് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പള്ളി വരണം. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രയാസം തോന്നി. അപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് പ്രസംഗത്തിനാണെന്നാണ്. അപ്പോൾ വൈകിട്ട് വന്ന് പ്രസംഗിച്ചിട്ട് പോകാം എന്നോർത്തു. അത് കഴിഞ്ഞാണ് അറിയുന്നത് അല്ല, വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ളത്. ഞാനൊരു സാധാരണപ്പെട്ട ഒരു വൈദികനാണ്. അത്ര വലിയ ശബ്ദമാധുര്യമോ ഒന്നുമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം കോനാട്ടച്ചനൊക്കെയാണ് വന്നതെന്നൊക്കെ കേട്ടപ്പം എനിക്ക് മൊത്തത്തിലൊരു വെപ്രാളം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരണമോ? പറഞ്ഞു അച്ഛൻ തന്നെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവം തോന്നിയാൽ ആൽവിനോട് വിളിച്ച് പറഞ്ഞാൽ മതി, എന്നെ ജീവനോട് വിടുകയും ചെയ്യണം. ഇപ്പം എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഞാനും ഒരു സാധാരണപ്പെട്ട ഒരു ഭക്തനായിരുന്നു, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ. എന്ത് കിട്ടും അപ്പ എന്ന് ചോദിച്ച് ദൈവത്തിൻ്റെ പുറകെ നടന്ന ഒരു ചെറുപ്പക്കാരനാണ്. സന്യാസി വൈദികനൊക്കെ ആയെങ്കിലും എൻ്റെ ജീവിതത്തിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെങ്കിലും ഒക്കെ ഞാൻ വെച്ചു പുലർത്തിയിട്ടുണ്ട്. 29ാമത്തെ വയസ്സിൻ്റെ അവസാനം മറ്റൊരു സ്ത്രീക്ക് കിഡ്നി കൊടുത്ത ഒരാളാണ് ഞാൻ. ഡൊണേറ്റ് ചെയ്തു. കല്യാണം കഴിച്ചില്ലെങ്കിലും എൻ്റെ ഒരു കിഡ്നി ഇരിക്കുന്നത് മറ്റൊരു സ്ത്രീയുടെ കയ്യിലാണ്. അപ്പം ഞാൻ ആ സ്ത്രീക്ക് കിഡ്നിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിലും പിശാച് ഇങ്ങനെ കയറിയിട്ട് എനിക്കൊരു ചെറിയ മോഹം ഉണ്ടായി. മലങ്കര സഭയിലെ ഒരു 5 തിരുമേനിമാരെങ്കിലും എന്നെ ഒന്ന്, ഒറ്റ ഒരാൾ വിളിച്ചില്ല കേട്ടോ. 6-7 പള്ളി വികാരിയായിരുന്ന ഒരാളാണ് ഞാൻ. വിചാരിച്ചു ആരെങ്കിലും വന്ന് ഒരു പൊന്നാട പോയിട്ട് കച്ചത്തോർത്ത് പോലും എനിക്ക്, ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എനിക്കൊരു അനുഗ്രഹം തരും. ദൈവം തന്ന അനുഗ്രഹം എന്താണെന്നറിയാവോ? ഞാൻ ഡിസ്ചാർജായി 2ാമത്തെ ദിവസം, വീട്ടിൽ വന്ന 2ാമത്തെ ദിവസം എനിക്ക് മാരകമായിട്ട് കൊറോണ ബാധിച്ചു. കൊറോണയുടെ ആദ്യകാലമാണ്. 7 ദിവസം ലേക്ക് ഷോർ ആശുപത്രി നരകം എന്താണെന്ന് കണ്ട ഒരച്ഛനെ ഞാൻ. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒരു ഗതിക്ക് പരഗതിയില്ലാതെ ഞാൻ വല്ലാതെ ശരീരം കൊണ്ട് ക്ഷീണിതനായിരിക്കുന്ന ഒരു സമയത്ത് 7 ദിവസം മാരകമായ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നാ ക്രൂരനാ താൻ, ഭാര്യ വേണ്ട, കുടുംബം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഇപ്പം ഇതാ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് അതിനൊരു നന്മ കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്നോട് ഈ കൊടും ക്രൂരത കൂടെ ഞാൻ ചോദിച്ചതാ കേട്ടോ. പക്ഷേ കൊറോണ പിന്നെയും 3 വട്ടം എൻ്റെ ജീവിതത്തിൽ വന്നു. ദൈവം കൊണ്ടുപോയില്ല. ഇന്ന് 35ാമത്തെ വയസ്സിൽ അച്ഛൻ എന്തിനിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാ. ഇന്ന് ഈ അനുഭവങ്ങളിലൂടെ എൻ്റെ കർത്താവിനെ കടത്തിവിട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞ ഏറ്റവും വലിയൊരു സത്യമുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ലാതെ, മറ്റൊരു അധികാരത്തിനോ പദവിക്കോ സ്ഥാനത്തിനോ മാനത്തിനോ അംഗീകാരത്തിനോ ഒന്നും വേണ്ടിയല്ലാതെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു കർത്താവ് എനിക്ക്, ഞാൻ പരിപൂർണമായിട്ട് അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ശക്തി എനിക്ക് ലഭിച്ചത് ഈ കുർബാനയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രക്കാനം പള്ളിയിലെ വിശ്വാസികളുടെ സംഘമേ, നിങ്ങൾ ഈ കുർബാന അനുഭവിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അനുഭവിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു കുർബാന ഒരിക്കലും ജീവിതത്തിൽ പരാതികൾ പറയും. ഇന്ന് വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ആരും ഞങ്ങളെ ഒരു പരാതികളും വേണ്ട കേട്ടോ. ചിലപ്പം നിങ്ങളുടെ വൈഷമ്യത്തിൽ വഴിയെ കൂടെ പോകുന്ന ഒരു ബംഗാളിയായിരിക്കും നിങ്ങൾക്ക് വെള്ളം തരാൻ. ഏലിയാവിനെ തോട്ടിനരികിലേക്ക് വിട്ട ദൈവത്തിനറിയാം തോട്ടിലെ വെള്ളം പറ്റുന്നിടത്ത് ഏലിയാവിനെ പോറ്റേണ്ടതിന് മറ്റൊരു ഉപാധി. അതുകൊണ്ട് ഇന്ന് ഞാൻ 2 കാര്യങ്ങളാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ പറഞ്ഞു. ഒന്ന്, ശിഷ്യനാകാൻ വിളിക്കപ്പെട്ടവനാണ്. അവൻ ആഗ്രഹിക്കുന്ന ഇടത്തിലേക്കുള്ള മാറ്റം സാധ്യമാകണം. ആ മാറ്റം അത്ര എളുപ്പമല്ല. ആ വഴിയിൽ ഒരുപാട് പരിഹാസമുണ്ട്, ഒരുപാട് പ്രതിസന്ധിയുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. ക്രിസ്തുവിനോട് അപരിചിതത്വം കാണിച്ചിട്ട് മറിച്ച് തിരിഞ്ഞോടരുത്. ദൈവത്തിന്റെ ബലത്തെ പിടിച്ചിട്ട്, കയ്യെ പിടിച്ചിട്ട് മുന്നോട്ട് നടന്നിട്ട് പറയണം, ഇല്ല, ഞാൻ പതറുകയില്ല. 2, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കടമ നമുക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മളിങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർത്തേ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു പിതാവാ. ഓർമ്മയനുസ്മരിക്കാൻ തലമുറകളില്ലാത്തൊരു പിതാവിനെ എങ്ങോ കിടക്കുന്ന മനുഷ്യരാണ് ഓർക്കുന്നത്. ഇതാണ് പുനരുദ്ധാനം. ഇത് ദൈവം നമുക്കും തരും എന്ന ബോധ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇതിന് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.